ഏതോ നോമ്പ് തുറന്നു എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ? സൂപ്പറായിട്ട്. എന്താ ഒരു കൂട്ടായ്മ! അതൊരു ഈ കാലഘട്ടത്തിലുണ്ടല്ലോ, നമ്മൾ ഈ പുറത്തൊക്കെ ഉണ്ടല്ലോ, ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറയും. ഇതാണ് ശരിക്കുള്ള കേരള സ്റ്റോറി. നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഒരു മനസ്സോടെ, അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഇങ്ങനെ നമ്മൾ തുടരണം എല്ലാ കാലത്തും, ഒറ്റ മനസ്സോടുകൂടി എല്ലാവരും തുടരണം. മലപ്പുറം ജില്ലയിൽ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കുറ്റിപ്പുറത്ത്. ആ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി കൂടിയായ അജിത് കുമാർ കൊട്ടാരത്തിൽ, അദ്ദേഹം ഇന്ന് ഈ നോമ്പുതുറയിൽ ഇവിടെ ഇതിന്റെ അതിഥിയായി പങ്കെടുക്കുകയാണ്. ഇത്തരത്തിലുള്ള പരിപാടികളാണ്, ഇതാണ് നമ്മുടെ യഥാർത്ഥ മലപ്പുറം അല്ലെങ്കിൽ യഥാർത്ഥ കേരളം എന്നതിൻ്റെ ചിത്രം ഇതാണ് എന്നുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ല സന്ദേശം ഇതൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ എൻ്റെ ഭാഗത്തുനിന്നുള്ള എന്ത് സഹായം ഉണ്ടാവും. അതിന് പുറമെ എല്ലാ വർഷവും ഞാനിതിൽ എന്നെ വിളിച്ചാലും ഞാൻ പങ്കെടുക്കും. നല്ല ഉഷാറായിട്ട് നമ്മളെ ഈ പരിപാടി നടന്നു. ഒരുപാട് നല്ല നല്ല ആൾക്കാരും യുവജനങ്ങളുമാണ് ഇതിൽ പ്രത്യേകമായിട്ട് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അവർക്ക് ഒരുപാട് നന്ദി. എന്തായാലും 100-700 ആൾക്കാർ ഉണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളുമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും. എന്തായാലും അടുത്ത വർഷം ഇതിലേറെ നല്ലൊരു വിശാലവർക്ക് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ വർഷവും ഞങ്ങൾ ഈ പ്രദേശത്ത് രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാതെ എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിർത്തുന്ന ഒരു പരിപാടിയാണ് ഈ മുളിയങ്കുന്ന് യുവജന കൂട്ടായ്മയുടെ കീഴിലുള്ള ഈ ഇഫ്താർ സംഗമം. മാഷുകാരെല്ലാം വന്നിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ സംഘാടകരാണ്. പ്രധാനപ്പെട്ട സംഘാടകരാണ്. ആരൊക്കെയാണ്? ഷിബിൻ നടുവത്ത്, അലി അക്ബർ, നിയാസ് ബാബു. മുളിയങ്കുന്ന് കൂട്ടായ്മ ഈ ഇഫ്താറിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷം. ഒരുപാട് ആൾക്കാരെല്ലാവരും കൂടിയാണല്ലേ. ഇനിയും മുന്നോട്ട് ഒരുപാട് പോട്ടെ, അതെനിക്ക് പറയാമല്ലോ. എന്താ കേരള സ്റ്റോറി 2 യഥാർത്ഥത്തില് നമ്മുടെ നാട്ടിലെ ഇതാണ് യഥാർത്ഥ കേരളം. കോട്ടക്കൽ നഗരസഭയിലെ നാടിപ്പാറ വാർഡ് കൗൺസിലർ സരള ടീച്ചർ. ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴേ രാഷ്ട്രീയം വരുമ്പോ ഭയങ്കര ഫൈറ്റ്. അത് ബാബു ഭയങ്കര ഫൈറ്റ്. പക്ഷെ അല്ല, ഇത് ഞങ്ങളെ നാട്ടില് ബാക്കി ഞങ്ങൾ ഒറ്റക്കെട്ട. പക്ഷെ ഇവിടെ എത്തുമ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. എല്ലാരും കൂടി നടത്തുന്ന സംഭവല്ലേ? അതാണ്. എന്താ പറഞ്ഞേ? ഇത് നമ്മുടെ നാട്ടുകാരെല്ലാരും കൂടി നടത്തുന്ന ഒരു സമൂഹ. ഇങ്ങനൊരു പരിപാടി ഒരു പക്ഷെ എവിടെ ഉണ്ടാവില്ല. അടിപൊളി. എല്ലാ കൊല്ലവും ഇങ്ങനെ നടത്താൻ ദൈവം സഹായിക്കട്ടെ. എന്തായാലും ഈ മുളിയങ്കുന്ന് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ ഒരു സമൂഹ നോമ്പുതുറ വളരെ വ്യത്യസ്തമായ കുട്ടികൾ ഇത് കണ്ടാണ് വളരേണ്ടതും പഠിക്കേണ്ടതും. അവർക്കുള്ള ഒരു പ്രചോദനം കൂടിയാണിത്. കാരണം ഇന്ന് ഒരു രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഏറെ സന്തോഷം. അടിപൊളി. എല്ലാവരും വന്നതിൽ വളരെയധികം നന്ദി. ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ഇനിയും പ്രചോദനം ആവട്ടെ. ഞങ്ങൾ വന്നിട്ട് എങ്ങനെയുണ്ട്? നോമ്പറഞ്ഞില്ല? എല്ലാരും നോമ്പറഞ്ഞാ? പറഞ്ഞില്ലേ? ഇതിന്റെ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചാരിറ്റി മുളിയങ്കുന്ന് യുവജന കൂട്ടായ്മ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നോമ്പ് തുറ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു പ്ലാനാണ് ഞങ്ങൾ ഈ കൂട്ടായ്മന്റെ. ഇങ്ങനെ ഒരു ഇവിടെ കുറെ രോഗികളെ കണ്ടപ്പോഴേ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താലോ എന്നുള്ള ഒരു പ്ലാൻ വന്നു. അങ്ങനെ ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോ ഒരു പ്ലാൻ ഇട്ടാണ് എല്ലാരും കൂടി കൂടിയിട്ട് നമ്മളൊരു ബിരിയാണി ചലഞ്ച് നടത്തി. അതിന്റെ റിസൾട്ടാണ് ഈ കാണുന്ന സാധനങ്ങൾ. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സഹായം ഉണ്ട് അല്ലേ? ചികിത്സാ സഹായങ്ങളല്ലേ? ഒക്കെ അടിപൊളി. ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ ഇവര് ഈ കൂട്ടായ്മയുടെ ഒപ്പം ഉണ്ട്. അതായത് ഒരു 5 വർഷമായിട്ട് ഈ കൂട്ടായ്മയുടെ കൂടെ ഉണ്ട്. ബിരിയാണി ചലഞ്ചിലും ഇതിന്റെ ഉദ്ഘാടനത്തിനും ആദ്യവസാനം സജീവാണ്. നമ്മുടെ കുട്ടികളാണ്. ഞങ്ങളെ ഒപ്പല്ലായിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ അത്ഭുതം തന്നെ അതാ. ഈ കൂട്ടായ്മ കാണുമ്പോ നമുക്ക് തന്നെ നല്ലൊരു സന്തോഷ.